സത്രം പുല്ലുമേട് കാനന പാത വഴിയുന്ന അയ്യപ്പ ഭക്തരെ കടത്തിവിടില്ല. അതും ഈ കനത്ത മഴയും മൂടൽമഞ്ഞും ഒക്കെ കാരണമാണ്. ആവശ്യമുള്ള ഭക്തർക്ക് പമ്പയിലെത്താൻ KSRTC ബസ് ക്രമീകരിച്ചിട്ടുണ്ട്. ജയനസ് രാജു വിവരങ്ങൾ നൽകും. ജയനോട് നമുക്ക് ഇടുക്കിയിലെ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. ആദ്യം ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്ത ജയൻ നൽകും. ജയൻ, എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഈ കാനനപാത വഴി ദർശനം നടത്താൻ തീരുമാനിച്ച ഭക്തരെ എങ്ങനെയാണ് വഴിതിരിച്ചുവിടുന്നത്? മാധു, തീർത്ഥാടകരെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് പലരും സത്രത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് കുഴി സത്രം പുല്ലുമേട് കാനനപാത അത് പൂർണ്ണമായും അതുവഴിയുള്ള തീർത്ഥാടനം നിരോധിച്ചിരിക്കുന്നത്. രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മഴ മാറിയപ്പോൾ മൂടൽമഞ്ഞാണ്. അപ്പോൾ സ്വാഭാവികമായി അതിലെ തീർത്ഥാടകരെ കടത്തിവിടാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അതുവഴിയുള്ള ഈ തീർത്ഥാടനം താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നത്. ഇപ്പോൾ പമ്പയിലേക്ക് പോകാൻ പ്രത്യേക KSRTC ബസ് സത്രത്തിൽ നിന്ന് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഇനി കാത്തിരിക്കാനാണ് തീർത്ഥാടകർക്ക് താല്പര്യമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. പ്രത്യേകിച്ച് പീരുമേട്ടിലും പെരുവന്താനത്തും ഒരു ഷെൽട്ടർ ഹോമുകൾ എന്ന നിലയിൽ ചില ക്രമീകരണങ്ങൾ ഒരുക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് എത്രത്തോളം യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്ന കാര്യം സംശയമാണ്. പക്ഷേ അത്തരമൊരു ക്രമീകരണം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ ഇപ്പോൾ മഴ പൂർണ്ണമായി മാറി നിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നേരം പുലർന്നതിന് ശേഷം മഴ കാര്യമായി പെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഏത് സമയത്തും മഴ പെയ്യാൻ ഉള്ള സാഹചര്യം നിലവിലുണ്ട്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഏത് സമയത്തും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇടുക്കിയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. സ്വാഭാവികമായും മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. മലയോര മേഖലയിലേക്കാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശവും ജാഗ്രതയും തുടരുന്നുണ്ട്. പക്ഷേ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. ഡാമുകളുടെ കാര്യത്തിലാണെങ്കിൽ ഇടുക്കി ഡാമും മുല്ലപ്പെരിയാർ ഡാമിലും ജലനിരപ്പ് വളരെ കുറവാണ്. മറ്റു ചെറു ഡാമുകൾ വരും ദിവസങ്ങളിലും മഴ തുടർന്നാൽ മാത്രമേ തുറന്ന് ഷട്ടറുകൾ ഉയർത്തേണ്ടി വരികയുള്ളൂ. അപ്പോഴും പുഴകളിലെയും നദികളിലെയും ഒക്കെ ജലനിരപ്പ് വളരെ താഴെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇടുക്കി ജില്ലയിലില്ല. ശരി, ജയനസ് രാജുവാണ് ശബരിമലയിലെയും ഒപ്പം ഇടുക്കി ജില്ലയിലെയും വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കാനനപാത വഴി തൽക്കാലം ദർശനം വേണ്ട എന്നുള്ളതാണ് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളുടെ ഭാഗമായി. ശബരിമലയിൽ ഇന്നലെയൊക്കെ മഴ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇന്നും മഴ സാധ്യത തന്നെയാണ്. അതുകൊണ്ട് ഭക്തർ വേണ്ട ഒരു ജാഗ്രത പുലർത്തുക എന്നത് പ്രത്യേകിച്ചും തിരക്കുള്ള സമയത്താണെങ്കിൽ വളരെ സൂക്ഷ്മതയോടെ ധൃതി പിടിച്ച് മല കയറുന്ന ഒരു പ്രവണത. കാരണം തെന്നലുമൊക്കെ ഉള്ള സമയമാണ്. സ്റ്റെപ്പില്ലാത്ത സ്ഥലങ്ങളിൽ അപകടകരമായ സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് വേണ്ട ശ്രദ്ധ പുലർത്തുക. നമുക്ക് ശബരിമലയിലെ വിവരങ്ങൾ കൂടി വഴിയെ അറിയാം.